വെൽക്കം ടു അവർ കൊമേഴ്സ് ക്ലാസ് റൂം. ഇന്ന് നമ്മൾ പഠിക്കാനും മനസ്സിലാക്കാനും പോകുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റുകളെ കുറിച്ചാണ്. ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റുകൾ നമ്മൾ ഓൾറെഡി ഫിനാൻഷ്യൽ മാർക്കറ്റിനെ കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു. ക്യാപിറ്റലാണ് പഠിക്കുന്നത്. അപ്പം അതിലുപരിയായിട്ട് അതിൻ്റെ ബേസിക്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. അടിസ്ഥാന വിവരങ്ങൾ, ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റുകളെ സംബന്ധിച്ചുള്ള അടിസ്ഥാന വിവരങ്ങളാണ് ഇന്നത്തെ ഈ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക, എന്തായിരുന്നു ക്യാപിറ്റൽ മാർക്കറ്റ്. നമ്മൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം നിങ്ങൾക്ക് റീകോൾ ചെയ്തെടുക്കാൻ മനസ്സിലാക്കുക. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റിനെ കുറിച്ച് ബേസിക് ആയിട്ട് ചർച്ച ചെയ്ത കുറച്ച് കാര്യങ്ങൾ. ഫിനാൻഷ്യൽ മാർക്കറ്റ് ഉണ്ട്. രണ്ട് തരത്തിലാണ് ഫിനാൻഷ്യൽ മാർക്കറ്റുകളെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്: ക്യാപിറ്റൽ മാർക്കറ്റ്, മണി മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ലോങ് ടേം ഫണ്ടുകളാണ് ലഭിക്കുന്നത്. മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഷോർട്ട് ടേം ഫണ്ടുകളാണ് ലഭിക്കുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റിന്റെ കാലാവധി 1 വർഷത്തിൽ കൂടുതലാണ് അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ എല്ലാം വരുന്നത്. മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ 1 വർഷത്തിൽ താഴെയായിരിക്കും അതിന്റെ പേയ്മെന്റും റിട്ടേണും എല്ലാം. നമ്മൾ 1 വർഷത്തിനുള്ളിൽ അതിന്റെ എല്ലാ ഇടപാടുകളും നമ്മൾ തീർത്തിരിക്കും. ഇനി ക്യാപിറ്റൽ മാർക്കറ്റിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു: പ്രൈമറി മാർക്കറ്റ് എന്നും സെക്കൻഡറി മാർക്കറ്റ് എന്നും പറഞ്ഞ്. പ്രൈമറി മാർക്കറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇഷ്യൂ മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ് ഈസ് ഓൾസോ നോൺ എക്സ്ചേഞ്ചസ്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കുക, ക്യാപിറ്റൽ മാർക്കറ്റിൽ ലോങ് ടേം ക്യാപിറ്റൽ ആണ് ലഭിക്കുന്നത്. ലോങ് ടേം എന്ന് പറഞ്ഞാൽ അപ് ടു 1 ഇയർ, 1 ഇയറിൽ കൂടുതലുള്ള 1 ഇയറിൽ ലോങ് റണ്ണിലേക്കുള്ള ഫണ്ടുകളാണ് ക്യാപിറ്റൽ മാർക്കറ്റിൽ ലഭിക്കുന്നത്. ഇനി അവിടെ ബോറോ ചെയ്യാൻ വരുന്നവർക്കും ലെൻഡ് ചെയ്യാൻ വരുന്നവർക്കും, അതായത് ലോങ് ടേം ക്യാപിറ്റൽ ബോറോ ചെയ്യാൻ വരുന്നവർക്കും ലെൻഡ് ചെയ്യാൻ വരുന്നവർക്കും ഉള്ള അവസരം അല്ലെ ഓപ്പർച്യൂണിറ്റീസ്, അവർക്കുള്ള പ്ലാറ്റ്ഫോമാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ. ബോറോ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? കടം കൊടുക്കുക എന്നാണ് അർത്ഥം. ലെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? കടം എടുക്കുക എന്നാണ് അർത്ഥം. ബോറോ ചെയ്യാൻ വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ബോറോ ചെയ്യുക എന്ന് പറഞ്ഞാൽ കടമെടുക്കുക. ബോറോ ചെയ്യാൻ വരുന്ന ആൾക്കാരുടെ കയ്യിൽ ഡെഫിസിറ്റ് ഫണ്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ലെൻഡ് ചെയ്യാൻ വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും. അവരുടെ കയ്യിൽ എക്സസ് ഫണ്ട് ഉണ്ടായിരിക്കും. അവരൊരു ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിനായിരിക്കും വരുന്നത്. ബോറോ ചെയ്യാൻ വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ ഫണ്ടില്ല, ഫണ്ടിന്റെ ഷോർട്ടേജ് ആണ്. ഈ ലെൻഡ് ചെയ്യാൻ വരുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് കാശ് കടമെടുക്കുന്ന ആൾക്കാരാണ് ആര്? ബോറോവിങ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഷെയറുകളും ഡിബഞ്ചറുകളും മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റുകളെല്ലാം ഇഷ്യൂ ചെയ്തിട്ടാണ് നമ്മൾ ക്യാപിറ്റൽ ഇവിടെ ട്രേഡ് നടത്തുന്നത്. ഇനി ആദ്യമായിട്ട് ഒരു കമ്പനി ക്യാപിറ്റൽ മാർക്കറ്റിൽ അവരുടെ ഷെയറുകൾ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്ന് വിളിക്കും. പിന്നീട് അത് വീണ്ടും ഷെയറുകൾ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ സെക്കൻഡറി മാർക്കറ്റ്, അല്ലെങ്കിൽ നമുക്ക് ടെക്നിക്കലി അതിനെ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് എന്നെല്ലാം നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്ന ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റുകൾ എന്ന് പറയുന്നത്. പ്രധാനമായി നമ്മൾ ട്രേഡ് ചെയ്യുന്ന ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റുകളാണിത്. എല്ലാവർക്കും അറിയാം, നമ്മൾ +2 തൊട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ് ആൻഡ് ബോണ്ട്സ്. ഈ 4 കാറ്റഗറിയാണ് ഏറ്റവും കൂടുതലായിട്ട് ക്യാപിറ്റൽ മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് നടത്തുന്നത്. ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ് ആൻഡ്. ആദ്യം തന്നെ നമുക്ക് ഇക്വിറ്റി ഷെയർ എന്താണെന്ന് നോക്കാം. ഇക്വിറ്റി ഷെയറിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. എന്താണ് ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞാൽ? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അല്ലെ ഇക്വിറ്റി ഷെയർ മേടിക്കുന്നതെന്ന് വെച്ചാൽ കമ്പനിയുടെ ഓണർഷിപ്പ് ക്യാപിറ്റലിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഇക്വിറ്റി ഷെയർസ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ഓണർഷിപ്പ് ക്യാപിറ്റൽ ഓഫ് ദ കമ്പനിയാണ് എന്തെന്ന് പറയുന്നത്? ഇക്വിറ്റി ഷെയർസ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ് ആര്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആർ ദ റിയൽ ഓണേഴ്സ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ യഥാർത്ഥ അവകാശികൾ, ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ, അല്ലെ യഥാർത്ഥമായി മുതൽ മുടക്കിയിരിക്കുന്ന ആൾക്കാരാണ് ആര്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വിറ്റി ഷെയർ വാങ്ങിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അവരാണ് ആര്? കമ്പനിയുടെ റിയൽ ഓണേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഇവർക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഡു നോട്ട് ക്യാരി എനി പ്രിഫറൻഷ്യൽ റൈറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ഡിവിഡൻഡ് ആൻഡ് റിട്ടേൺ. ഇപ്പം എന്തില്ല? ഒരു പ്രിഫറൻഷ്യൽ റൈറ്റ് ഇല്ലാത്ത ആൾക്കാരാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. എന്ത് ലഭിക്കാൻ? കമ്പനി ബിസിനസ് ചെയ്തു, പ്രോഫിറ്റ് ഉണ്ടായി, ആ പ്രോഫിറ്റിന്റെ ഒരു ഭാഗം നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് വീതിച്ചു കൊടുക്കും. ആ ഡിവിഡൻഡോ അല്ലെ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന വരുമാനമോ ലഭിക്കാൻ ഒരു പ്രിഫറൻഷ്യൽ റൈറ്റ് ഇല്ല. എന്ന് വെച്ചാൽ ആദ്യം കിട്ടാനുള്ള അവകാശമൊന്നുമില്ല. കാരണം എന്താ? അവർ ഓണേഴ്സാണ് എപ്പോഴും സാക്രിഫൈസ് ചെയ്യേണ്ടത്. ഈ പ്രിഫറൻഷ്യൽ റൈറ്റ് ഉള്ള കാറ്റഗറീനെ നമ്മൾ വേറെ തിരിക്കും. അവരെ നമ്മൾ എന്തെന്ന് വിളിക്കും? പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സ് അല്ലെ പ്രിഫറൻസ് ഷെയർസ് എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ പ്രിഫറൻഷ്യൽ റൈറ്റ് ആർക്കില്ല? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനില്ല. ഇനി അവരുടെ മറ്റൊരു പ്രത്യേകത, നോ ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ്. ഒരു കറക്റ്റ് ആയിട്ട് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആർക്ക് നമ്മൾ കൊടുക്കാറില്ല? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാറില്ല. കാരണം എന്താണ്? ദേ ആർ ദ റിയൽ ഓണേഴ്സ് ഓഫ് ദ കമ്പനി. ഇനി ഇവർക്ക് എപ്പോഴേ നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുള്ളൂ?
പേയ്മെന്റ് ആഫ്റ്റർ ഡെപ്റ്റ് പേയ്മെന്റ്. അപ്പോൾ ആദ്യം റിട്ടേൺ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ്. പിന്നെ നമ്മൾ കടം മേടിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഡിബഞ്ചേഴ്സ്. അപ്പോൾ ഡെപ്റ്റ് പേയ്മെന്റ്, അപ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിനുള്ള പേയ്മെന്റ് കൊടുക്കും. അതിനുശേഷം മാത്രമേ നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുകയുള്ളൂ. പക്ഷെ ഇവർക്കുള്ള ഒരു വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? ദേ ഹാവ് ദ റൈറ്റ് ടു വോട്ട്. വോട്ട് ചെയ്യാനുള്ള അവകാശമുള്ള ആൾക്കാരാണ് ആര്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. മാത്രമല്ല അവർക്ക് വേറെ എന്തുകൊണ്ടുള്ള ഒരു അവകാശം കൂടിയുണ്ട്? പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ്. മാനേജ്മെന്റിൽ പാർട്ടിസിപ്പേഷൻ ലഭിക്കുന്ന കാറ്റഗറി ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ് കമ്പനിയുടെ റിയൽ ഓണേഴ്സ്. അപ്പൊ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഈസ് ദ ഓണർഷിപ്പ് ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി. അവർക്ക് എന്തില്ല? ഡിവിഡൻഡ് ലഭിക്കാൻ പ്രിഫറൻഷ്യൽ റൈറ്റ് ഇല്ല. ഡിവിഡൻഡ് ലഭിക്കാൻ അവകാശമുണ്ട്, പക്ഷെ എന്ത് റൈറ്റ് ആണ് ഇല്ലാത്തത്? പ്രിഫറൻഷ്യൽ റൈറ്റ് ഇല്ലാത്ത ആൾക്കാരാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇനി അവർക്ക് വേറെ ഒരു കാര്യം കൂടെ ഇല്ലാത്തതുകൊണ്ട് നോ ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ്. കാരണം അവർ ഓണേഴ്സ് ആയതുകൊണ്ട് കമ്പനിയിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ അത് സഹിക്കേണ്ട ആൾക്കാർ നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ്. അതുകൊണ്ട് അവർക്ക് ഫിക്സഡ് റേറ്റിലൊന്നും നമ്മൾ കൊടുക്കത്തില്ല. പൈസ കൊടുക്കും, കാരണം അവർക്ക് വേണ്ടിയിട്ടാണ് കമ്പനി മുന്നോട്ട് പോകുന്നത്. പിന്നെ അവർക്ക് എപ്പോഴേ പൈസ കിട്ടത്തുള്ളൂ? പേയ്മെന്റ് ആഫ്റ്റർ ഡെപ്റ്റ് പേയ്മെന്റ് കൊടുത്തതിന് ശേഷമേ പൈസ കിട്ടത്തുള്ളൂ. പിന്നെ അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. മാനേജ്മെന്റിൽ പാർട്ടിസിപ്പേഷൻ ഉണ്ട്. ഇതാണ് വെറും ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചുള്ള. മാത്രമല്ല നമ്മൾ ഈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൽ നിന്നാണ് കമ്പനിയെ മുന്നോട്ട് നയിക്കേണ്ട ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് റൈറ്റ് ടു വോട്ട് എന്നുള്ളൊരു ഫെസിലിറ്റിയും കൂടെ നമ്മൾ കൊടുക്കുന്നത്. അതായത് കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിലെ ഓണർഷിപ്പ് ക്യാപിറ്റൽ വാങ്ങിച്ചിരിക്കുന്ന ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യും? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം അവർക്കുണ്ട്. അവരിൽ നിന്നാണ് നമ്മൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്. പിന്നീട് അവരാണ് എന്ത് ചെയ്യുന്നത്? കമ്പനിയുടെ മാനേജ്മെന്റ് മുന്നോട്ട് നയിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അത്ര കാര്യം അടുത്ത നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് ടൈപ്സ് ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഏതൊക്കെയാണ് വിവിധ തരത്തിലുള്ള ഇക്വിറ്റി ഷെയർസ് എന്ന് നമ്മൾ നോക്കാം. ഇക്വിറ്റി ഷെയർസ് നമ്മുടെ എന്ത് സെക്യൂരിറ്റിയാണ്? ഓണർഷിപ്പ് സെക്യൂരിറ്റിയാണ്. അത് മറന്നുപോലെ ഓണർഷിപ്പ് സെക്യൂരിറ്റിയാണ് നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ കുറച്ച് മെയിനായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന അല്ലെ കണ്ടുവരുന്ന ഷെയർസ് ആണ് ഡെഫേർഡ് ഷെയർസ്, നോ പാർ സ്റ്റോക്ക്, ഷെയർസ് വിത്ത് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്, നോൺ വോട്ടിംഗ് ഷെയർസ്, സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്. ഇത്രയും കാറ്റഗറി നമുക്ക് ബേസിക് ഒന്ന് ടൈപ്പ് ഒന്ന് ഓർത്തു വെക്കുക. ഡെഫേർഡ് ഷെയർ, നോ പാർ സ്റ്റോക്ക്, ഷെയർസ് വിത്ത് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്, നോൺ വോട്ടിംഗ് ഷെയർസ് ആൻഡ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരണം അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാനത് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഇതിന്റെ പേര് മാത്രം ഒന്ന് വെക്കുക. അടുത്താണ് നമ്മുടെ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. അപ്പം ആദ്യത്തെ കാറ്റഗറി ഇക്വിറ്റി ഷെയർ ആണ്. രണ്ടാമത്തെ കാറ്റഗറി പ്രിഫറൻസ് ഷെയർസ് ആണ്. ഇപ്പൊ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ പ്രത്യേകത അല്ലെ പ്രിഫറൻസ് ഷെയർ വാങ്ങിക്കുന്ന ആൾക്കാരുടെ പ്രത്യേകത, അവർക്കൊരു പ്രിഫറൻസ് ഉണ്ട്. എന്ത് കിട്ടാനുള്ള? ഡിവിഡൻഡ് ആദ്യം കിട്ടാനുള്ള ഒരു പ്രിഫറൻസ് ആർക്കുണ്ട്? ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. അപ്പം നമുക്ക് അവരെ കുറിച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. പ്രിഫറൻഷ്യൽ ഷെയർസ് ആർ ദോസ് വിച്ച് ക്യാരീസ് പ്രിഫറൻഷ്യൽ റൈറ്റ്സ് ഓവർ ഇക്വിറ്റി ഷെയർസ് ആസ് റിഗാർഡ്സ് പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് ആൻഡ് റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ ഇൻ ദ ഇവന്റ് ഓഫ് വൈൻഡിങ് അപ്പ്. ഇതൊന്നും ജസ്റ്റ് പഠിച്ചു വെക്കേണ്ട കാര്യമാണിത്. അപ്പോൾ പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സിന് എന്തുണ്ട്? എന്താണ് അവർ ക്യാരി ചെയ്യുന്നത്? വിച്ച് ക്യാരീസ് പ്രിഫറൻഷ്യൽ റൈറ്റ്. അവർക്കൊരു പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ട്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എന്തില്ല? ആ പ്രിഫറൻഷ്യൽ റൈറ്റ് ഇല്ല. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ട്. ആരേക്കാൾ ഉപരിയായി ഓവർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനേക്കാൾ കൂടുതലായി പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സിന് ഒരു പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ആസ് റിഗാർഡ്സ് പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ്. കമ്പനിയുടെ ലാഭത്തിന്റെ വിഹിതമായിട്ടുള്ള ഡിവിഡൻഡ് കിട്ടാനുള്ള പ്രിഫറൻഷ്യൽ റൈറ്റ് ഉള്ള ആൾക്കാരാണ് ആര്? പ്രിഫറൻഷ്യൽ ഷെയർസ് അല്ലെ പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സ് എന്ന് വിളിക്കുന്നത്. അതുകൂടാതെ ഈവൻ ഈ കമ്പനി എങ്ങാനും വൈൻഡപ്പ് ചെയ്തു പോയി കഴിഞ്ഞാൽ എന്തിനും കൂടെ ഉള്ള അവകാശമുണ്ട്? റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ. അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ക്യാപിറ്റൽ റീപേ ചെയ്ത് കിട്ടാനുള്ള അവകാശം കൂടി ആർക്കുണ്ട്? പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. അപ്പം നോർമലി നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനി പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സിന്റെയും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെയും ഡിബഞ്ചർ ഹോൾഡേഴ്സിന്റെയും ഒക്കെ പൈസ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. അതിനകത്തിൽ നിന്ന് കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാവും. ആ പ്രോഫിറ്റിന്റെ ഒരു ഭാഗം ഇവർക്കെല്ലാം അവകാശപ്പെട്ടതാണ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ എന്ത് ചെയ്യത്തില്ല? എപ്പോഴും ഡിവിഡൻഡ് കൊടുക്കത്തില്ല. കാരണം എന്താ? അവർ ഓണേഴ്സ് ആണ്. അവരാണ് സാക്രിഫൈസ് ചെയ്യേണ്ട ആൾക്കാർ. അടുത്ത കാറ്റഗറി പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സ് ആണ്. അവർക്ക് എന്തുണ്ട്? ഡിവിഡൻഡ് കിട്ടാനുള്ള അവകാശം കൂടുതലുണ്ട്. കാരണം അവർക്ക് വേറെ കമ്പനിയിൽ നിന്ന് വേറെ അവകാശങ്ങളൊന്നും നമ്മൾ കൊടുക്കുന്നില്ല. അവർ കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടും
വോട്ടിംഗ് റൈറ്റ് അവക കാര്യങ്ങളൊന്നും വേണ്ട എന്ന് വെക്കുന്നത് കൊണ്ടും ഡിവിഡൻഡ് കിട്ടാനുള്ള പ്രിഫറൻസ് കൂടുതലുള്ള ആൾക്കാരാണ് പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സ്. ഇനി അവർക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. ഇനി നമ്മൾ കമ്പനിയുടെ വൈൻഡിങ് അപ്പിന്റെ സമയത്ത് എങ്ങാനും ഈ കമ്പനി ഇങ്ങ് പൂട്ടിപ്പോവോ ലിക്വിഡേഷൻ സംഭവിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ സമയത്തും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനേക്കാൾ മുൻപ് ക്യാപിറ്റൽ തിരിച്ചു കിട്ടുന്ന ആൾക്കാരും ആരാണ്? പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സ് ആണ്. ഇനി അവർക്ക് എന്തില്ല? വോട്ടിംഗ് റൈറ്റ് ഇല്ല. ആർക്ക് വോട്ടിംഗ് റൈറ്റ് ഉണ്ട്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. ഇനി ഇവർക്ക് വേറൊരു കാര്യം കൂടി ഇല്ല, നോ പാർട്ടിസിപ്പേഷൻ ഇൻ ദ മാനേജ്മെന്റ് ഓഫ് ദ കമ്പനി. അവർ കമ്പനിയുടെ ഓണേഴ്സ് ഒന്നുമല്ല, അവർക്ക് കറക്റ്റായിട്ട് നമ്മൾ ഡിവിഡൻഡ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, മാനേജ്മെന്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അവർക്ക് വോട്ടിംഗ് റൈറ്റും കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ വോട്ടിംഗ് റൈറ്റും മാനേജ്മെന്റ് പാർട്ടിസിപ്പേഷനും ഒക്കെ ഉള്ളത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ്. അവർക്ക് അപ്പോൾ ഡിവിഡൻഡ് കറക്റ്റായിട്ട് കിട്ടത്തില്ല. ഇവർക്ക് എന്ത് കിട്ടും? കറക്റ്റായിട്ട് ഡിവിഡൻഡ് കിട്ടും. അതുകൊണ്ടാണ് അവരെ പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സ് അല്ലെ പ്രിഫറൻസ് ഷെയർസ് എന്ന് നമ്മൾ പറയുന്നത്. ഡിവിഡൻഡ് കൊടുക്കാൻ ഫസ്റ്റ് പ്രിഫറൻസ് നമ്മൾ ആർക്ക് കൊടുക്കും? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കും. ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആണ് പറയുന്നത്. ജസ്റ്റ് പേര് ഓർത്ത് വെക്കുക, അതിന്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ വരുന്നുണ്ട്. കുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്, നോൺ കുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്, പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്, നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്, റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്, ഇറെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്, കൺവേർട്ടിംഗ് പ്രിഫറൻസ് ഷെയർസ് ആൻഡ് നോൺ കൺവേർട്ടിംഗ് പ്രിഫറൻസ് ഷെയർസ്. പേര് ജസ്റ്റ് ഓർത്ത് വെക്കുക, എളുപ്പമാണ് ആ പേരുകളെല്ലാം ഓർത്ത് വെക്കാനായിട്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും ഏത് ടൈപ്പ് ഓഫ് പ്രിഫറൻസ് ഷെയർ. ഇപ്പോൾ നോൺ കൺവേർട്ടിംഗ് ഒക്കെ ഉണ്ട്. കൺവേർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ആ പ്രിഫറൻസ് ഷെയറിനെ ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യുക. നോൺ കൺവേർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവരെന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇക്വിറ്റി ഷെയർ ആയിട്ട് പിന്നെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ലാത്ത ഇക്വിറ്റി ഷെയറുകളാണ്. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളിലൂടെ വരുന്നുണ്ട്. അതിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് അടുത്ത നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റിലെ പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെന്റ് ആണ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചർ ഇപ്പൊ മലയാളത്തിൽ അർത്ഥം ചോദിച്ചാൽ എല്ലാവരും ചാടി പറയും കടപ്പത്രം എന്നാണ് അർത്ഥം. അപ്പൊ എന്താണ് അതിന്റെ ഒരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്താന്ന് പലർക്കും അറിയത്തില്ല. ഡിവിഡൻഡിന്റെ അല്ലെ ഡിബഞ്ചേഴ്സിന്റെ നമുക്ക് നോക്കാം എന്താണ്. ഇൻസ്ട്രുമെന്റ്സ് അണ്ടർ സീൽ എവിഡൻസിങ് ഡെപ്റ്റ്. കടം മേടിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവായിട്ട് നമുക്കൊരു പേപ്പർ ഇഷ്യൂ ചെയ്ത് തരും, ഒരു റിസീപ്റ്റ് ഇഷ്യൂ ചെയ്ത് തരും ഡിബഞ്ചേഴ്സ് മേടിച്ചു കഴിഞ്ഞാൽ. അപ്പൊ നോക്കി, ഇറ്റ് ഈസ് എ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ഇഷ്യൂഡ് ബൈ എ കമ്പനി. ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. എങ്ങനെ? വിത്ത് എ പ്രോമിസ് ടു പേ ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോമിസ് ഉണ്ട്. പിന്നെ എന്ത് ചെയ്യും? റീപേ ദ പ്രിൻസിപ്പൽ എമൗണ്ട് ഓൺ ദ മച്യൂരിറ്റി പീരീഡ് ആകുമ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് തിരിച്ചു കൊടുക്കും. പിന്നെ എന്താണ്? ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആർ ദ ക്രെഡിറ്റേഴ്സ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ക്രെഡിറ്റേഴ്സ് ആണ് ആരെന്ന് പറയുന്നത്? ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് കമ്പനിയുടെ ക്രെഡിറ്റേഴ്സ് ആണ്. അപ്പൊ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? കമ്പനി കാശ് കടം വാങ്ങിച്ചിട്ടുള്ള ആൾക്കാരാണ് ക്രെഡിറ്റേഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ കമ്പനി പബ്ലിക്കിന്റെ കയ്യിൽ നിന്നും ബാങ്കിൽ പോകുന്നില്ല, ഷെയറുകളോ ഇക്വിറ്റി ഷെയറോ പ്രിഫറൻസ് ഷെയറോ ഒന്നും ഇഷ്യൂ ചെയ്യുന്നില്ല. അതിന് പകരമായിട്ട് കടമായിട്ട് ജനറൽ പബ്ലിക്കിന്റെ കയ്യിൽ നിന്നും കമ്പനി കാശ് കടം വാങ്ങിക്കുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഡിബഞ്ചേഴ്സ് എന്ന് വിളിക്കുന്നത്. നമ്മൾ നോർമലി ഒരാളുടെ കയ്യിൽ നിന്ന് കടം മേടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഒരു 10,000 രൂപ നമുക്ക് കടമായിട്ട് തന്നു എന്ന് വിചാരിക്കുക ഒരു വ്യക്തി. അവർക്ക് നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ എന്ത് കൊടുക്കണം? അവർ തന്ന 10,000 രൂപ അതിനെ നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് വിളിക്കും. പ്ലസ് എന്തുകൂടെ കൊടുക്കണം? അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ്, പലിശയും കൂടെ നമ്മൾ കൊടുക്കണം. ഇപ്പോൾ 8% പലിശ, 10% പലിശ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു പലിശയും കൂടെ കൊടുക്കണം. ഇപ്പോൾ 8% പലിശയെങ്കിൽ 10,000 × 8% എത്ര വരുന്നത്? 800 വരുന്നത്. അപ്പം മൊത്തം എത്ര രൂപ നമ്മൾ തിരിച്ചടയ്ക്കണം? 10,800 രൂപ നമ്മൾ തിരിച്ചടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പം ഇവിടെ അതുപോലെ തന്നെയാണ്. നമ്മൾ നോർമലി കടം മേടിക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു അത് നമ്മൾ മുതല പലിശ എന്നൊക്കെ പറയത്തില്ലേ? മുതൽ എന്ന് പറയുന്നതാണ് ഇവിടെ എന്ത്? പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇൻട്രസ്റ്റ് എന്താണ്? പലിശയാണ്. അപ്പൊ ഡിബഞ്ചർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്ന് കമ്പനി കടമായിട്ടാണ് പൈസ വാങ്ങിക്കുന്നത്, അല്ലെ ക്യാപിറ്റൽ വാങ്ങിക്കുന്നത്. അപ്പൊ അവർക്ക് എന്ത് കൊടുക്കണം? സാധാരണ കടം മേടിക്കുമ്പോൾ കൊടുക്കുന്ന പോലെ തന്നെ ഇൻട്രസ്റ്റും കൊടുക്കണം. മച്യൂരിറ്റി പീരീഡ് ആകുമ്പോൾ എന്താണോ നമ്മൾ ഇത് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലെ റിഡീം ചെയ്യുന്നത്, അന്നേരം തിരിച്ചു കൊടുക്കണം. നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ടും കൂടെ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് തിരിച്ചു കൊടുക്കണം. ഡിബഞ്ചർ ഹോൾഡേഴ്സ് ക്രെഡിറ്റേഴ്സ് ആണ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ കടം ഇങ്ങോട്ട് തന്നിട്ടുണ്ട്. ഇതും ഒരു തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് വരുന്നത്. അത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അതിനെ റിഡീം ചെയ്യുന്നുണ്ട് നമ്മൾ. അതിന്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള മെഷീൻ ടൈപ്സ് ഓഫ് ഡിബഞ്ചർ നോക്കുക. അത് എളുപ്പമുള്ളതാണ്. സെക്യൂർഡ് ഡിബഞ്ചർ, അവരെന്തെങ്കിലും സെക്യൂരിറ്റി കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും. അൺസെക്യൂർഡ് ഡിബഞ്ചർ, സെക്യൂരിറ്റി ഇല്ലായിരിക്കും. ബിയറർ ഡിബഞ്ചർ, രജിസ്റ്റേർഡ് ഡിബഞ്ചർ, redeemable debenture, irredeemable debenture, convertible debenture and non convertible debenture. ജസ്റ്റ് പേരൊന്ന് ഓർത്ത് വെക്കുക. കാര്യം ഇനി അടുത്ത ഒരു കാറ്റഗറിയാണ് ബോണ്ട്. ഈ ബോണ്ട് എന്ന് പറയുന്ന ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ഈസ് ഓൾമോസ്റ്റ് സിമിലർ ടു ഡിബഞ്ചർ. ഡിബഞ്ചർ പോലെ തന്നെ ഇഷ്യൂ ചെയ്യുന്ന ഒരു കാര്യമാണ് ബോണ്ട്.
ബാക്കി അതിൻ്റെ ടെക്നിക്കൽ സൈഡെല്ലാം ഏകദേശം സിമിലർ ആണ്. പക്ഷെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ് ബോണ്ടിനുള്ളൂ. ഇതാരാണ് ഇഷ്യൂ ചെയ്യുന്നത്? ഇഷ്യൂഡ് ബൈ കമ്പനീസ് ഓർ ഗവൺമെന്റ്സ് ടു റേസ് ഫണ്ട് ഫോർ ക്യാപിറ്റൽ റിക്വയർമെന്റ്. ഗവൺമെന്റുകളോ അല്ലെങ്കിൽ വലിയ കോർപ്പറേറ്റ് കമ്പനികളോ അവർക്ക് ക്യാപിറ്റലിന്റെ ആവശ്യം വരുമ്പോൾ ഇഷ്യൂ ചെയ്യുന്നതാണ് ബോണ്ട്. ഇനി ബോണ്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കിക്കുക. അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ ബോണ്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ബൈ പർച്ചേസിങ് എ ബോണ്ട് ആൻഡ് ഇൻവെസ്റ്റർ ലെൻഡ് മണി ഫോർ എ ഫിക്സഡ് പീരീഡ് ഓഫ് ടൈം അറ്റ് എ പ്രീ ഡിറ്റർമൈൻഡ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുവാണ്? ജനറൽ പബ്ലിക്കിൻ്റെ കയ്യിൽ നമ്മൾ കടം മേടിക്കുകയാണ് കമ്പനിയുടെ പെർസ്പെക്റ്റീവിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ. ഇനി ആസ് ആൻ ഇൻവെസ്റ്റർ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യുവാണ്? ലെൻഡ് മണി ഫോർ എ ഫിക്സഡ് പീരീഡ് ഓഫ് ടൈം. ലെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? കടം കൊടുക്കുക. അപ്പോൾ ഒരു ഇൻവെസ്റ്റർ എന്ത് ചെയ്തിരിക്കുക? കമ്പനിക്ക് ഒരു പ്രീ ഡിറ്റർമൈൻഡ് ഇൻട്രസ്റ്റിൽ, പ്രീ ഡിറ്റർമൈൻഡ് എന്നാണ് പറഞ്ഞത്, എന്ന് വെച്ചാൽ എന്താ? മുൻകൂട്ടി നമ്മൾ ഫിക്സ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പലിശ നിരക്കിൽ, ആ പലിശ നിരക്കിനൊരു പേരുണ്ട് കൂപ്പൺ റേറ്റ്. ആ പലിശ നിരക്കിൽ ഒരു ഫിക്സഡ് പീരീഡിലേക്ക്, ഒരു പ്രസ്തുത കാലാവധിയിലേക്ക് നമ്മൾ കാശ് കടം കൊടുക്കുന്നതിനെയാണ് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പം കമ്പനിയുടെ പെർസ്പെക്റ്റീവിൽ ചിന്തിച്ചാലോ, ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ അല്ലെങ്കിൽ ഒരു പ്രീ ഡിറ്റർമൈൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ജനറൽ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നും കമ്പനി മണി ബോറോ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? ബോണ്ട് എന്ന് പറയുന്നത്. കമ്പനി ആവാം, ഗവൺമെൻറ് ആവാം. ഇനി ബോണ്ട് ക്യാൻ ബി ഇഷ്യൂഡ് അറ്റ് പാർ, ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം. ഇനി ബോണ്ടും നമുക്ക് എങ്ങനെയൊക്കെ ഇഷ്യൂ ചെയ്യാം? പാറിൽ ഇഷ്യൂ ചെയ്യാം, ഫേസ് വാല്യൂയിൽ ഇഷ്യൂ ചെയ്യാം, ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാം, പ്രീമിയത്തിൽ ഇഷ്യൂ. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 10 രൂപയുടെ ബോണ്ടാണെങ്കിൽ നമ്മൾ 8 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യും. പ്രീമിയം എന്ന് പറഞ്ഞാൽ 10 രൂപയുടെ ബോണ്ട് നമ്മൾ 12 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യും. എന്താ 2 രൂപ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിലോട്ടൊക്കെ നമ്മൾ മാറ്റും. അതിൻ്റെ കാൽക്കുലേഷൻസ് ഒക്കെ നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതയാണിത്. ഇറ്റ് ഹാസ് എ സ്പെസിഫിക് മച്യൂരിറ്റി റേഞ്ച് ബിറ്റ്വീൻ ഫ്യൂ ഡേയ്സ് ടു 20 to 30 years. ഇതിൻ്റെ പ്രത്യേകത കുറച്ച് ദിവസത്തേക്കും അല്ലെങ്കിൽ 20-30 വർഷക്കാലത്തേക്ക് വരെ നമ്മൾ എന്ത് ഇഷ്യൂ ചെയ്യുന്നുണ്ട്? ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഡിബഞ്ചർ അങ്ങനെ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നില്ല. ബോണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ 10-30 വർഷക്കാലത്തേക്കൊക്കെ ഇഷ്യൂ ചെയ്യുന്നത്. ബോണ്ട് പ്രധാനമായിട്ട് ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? ഗവൺമെൻറ്റുകളും കമ്പനികളും ഇഷ്യൂ ചെയ്യും. അതിനൊരു കൂപ്പൺ റേറ്റ് വെച്ചിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഡിസ്കൗണ്ടിലും പാറിലും പ്രീമിയത്തിലും എല്ലാം ഇഷ്യൂ ചെയ്യും. അത് ഈ പറഞ്ഞ ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും ഡിബഞ്ചറും എല്ലാം നമുക്ക് അങ്ങനെ ഇഷ്യൂ ചെയ്യാം. ബോണ്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട് പാറിലും ഡിസ്കൗണ്ടിലും പ്രീമിയത്തിലും. ഇനി ഇതിന് എങ്ങനെയാണ് ഇതിൻ്റെ മച്യൂരിറ്റി ഡേറ്റ് എങ്ങനെയാണ് വരുന്നത്? ഫ്യൂ ഡേയ്സ് ടു, കുറച്ച് ദിവസത്തേക്ക് വേണ്ടിയിട്ടും ബോണ്ട് ഇഷ്യൂ ചെയ്യാറുണ്ട്. പിന്നെ എന്താണ്? 20 മുതൽ 30 വർഷത്തേക്കൊക്കെ വരെ നമ്മൾ ബോണ്ട് ഇഷ്യൂ ചെയ്യാറ്. ഇനി ടൈപ്സ് ഓഫ് ബോണ്ട്, അത് നമുക്ക് പഠിക്കാനുള്ള ഒരു കാര്യമാണ്. ടൈപ്സ് ഓഫ് ബോണ്ട് പേര് ഓർത്ത് വെക്കുക. ഗവൺമെൻറ് ബോണ്ട്, അത് ഗവൺമെൻറ് ആയിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. കോർപ്പറേറ്റ് ബോണ്ട്, സീറോ കൂപ്പൺ ബോണ്ട്, മോർഗേജ് ബോണ്ട്, കൺവേർട്ടബിൾ ബോണ്ട്, സ്റ്റെപ്പ് അപ്പ് ബോണ്ട്, കോളബിൾ ആൻഡ് നോൺ കോളബിൾ ബോണ്ട്, ഓപ്ഷൻ ബോണ്ട്, ബോണ്ട് വിത്ത് വാറൻസ് ആൻഡ് ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട്. ഇത്രയാണ് നമ്മുടെ ടൈപ്പ് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഓർത്ത് വെക്കുക, നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ബേസിക്സ് ആണ് പഠിച്ചത്. ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ് ആൻഡ് ബോണ്ട്സ്. ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ റിയൽ ഓണേഴ്സ് ആണ്. അവരാണ് ഓണർഷിപ്പ് ക്യാപിറ്റൽ കൊണ്ടുവരുന്നത്. അവർക്ക് വോട്ടിംഗ് റൈറ്റ് ഉണ്ട്, മാനേജ്മെൻറ്റിൽ പാർട്ടിസിപ്പേഷൻ ഉണ്ട്. അവർക്ക് ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് നമ്മൾ കൊടുക്കാറില്ല. ഡിവിഡൻഡ് കിട്ടാൻ ഒരു പ്രിഫറൻഷ്യൽ റൈറ്റും അവർക്കില്ല. പക്ഷേ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അല്ലെ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ അവർ ഓണേഴ്സ് അല്ല, ഓണർഷിപ്പ് ക്യാപിറ്റൽ കൊണ്ടുവരുന്നില്ല, അവർക്ക് വോട്ടിംഗ് റൈറ്റ് ഇല്ല, മാനേജ്മെൻറ്റിൽ പാർട്ടിസിപ്പേഷൻ ഇല്ല. പക്ഷെ എന്തുണ്ട്? പ്രിഫറൻഷ്യൽ റൈറ്റ് ഓവർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനേക്കാൾ ഉപരിയായി ഡിവിഡൻഡ് കിട്ടാനും വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ലഭിക്കാനും പ്രിഫറൻഷ്യൽ റൈറ്റ് ഉള്ള ആൾക്കാരാണ് പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സ്. അടുത്ത കാറ്റഗറി ഡിബഞ്ചേഴ്സ്. കമ്പനി പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് കാശ് കടമായിട്ട് വാങ്ങിക്കുന്നു. കടം വാങ്ങിക്കുമ്പോൾ എങ്ങനെയാണ് തിരിച്ചു കൊടുക്കേണ്ടത്? പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റും കൂടെ തിരിച്ചു കൊടുക്കണം. ബോണ്ട് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റോ കമ്പനികളോ അവർക്ക് ക്യാപിറ്റലിൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇഷ്യൂ ചെയ്യുന്നതാണ് ബോണ്ട്. അതൊരു ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് പോലെ തന്നെയാണ്. അതിൻ്റെ കാലാവധി ഫ്യൂ ഡേയ്സ് ഉണ്ട്. പിന്നെന്താണ്? 20 മുതൽ 30 വരെയുള്ള കാലാവധിക്ക് നമുക്ക് എടുക്കാം. ഇൻട്രസ്റ്റ് റേറ്റിന് നമ്മൾ കൂപ്പൺ റേറ്റ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്സിൽ പഠിക്കാനുള്ളത്. നന്നായിട്ട് മനസ്സിലാക്കുക. ബാക്കി എക്സ്പ്ലനേഷൻ വരും വീഡിയോകളിൽ.